ഹലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ കടയിലെ ഒരു സാറ് 10 കുറ്റി പുട്ടിന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഭാഗ്യം തന്നെ വഴിയേ രാവിലെ തന്നെ. അപ്പോഴാണ് ആ സാറ് പറഞ്ഞത് വൈകുന്നേരത്തേക്ക് ഒരു 11 ബീഫ് കറി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ തരാമല്ലോ, കാരണം നമ്മുടെ കടയിൽ എല്ലാ ദിവസവും ബീഫ് വെക്കണല്ലേ എന്നോർത്തിട്ട് തരാമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് കറി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ടാവുമേ, രാവിലെ മുതൽ ബീഫ് കറി വെച്ച് ഉച്ച കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും 11 കറി ലാസ്റ്റ് കെട്ടുപോകുമല്ലോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് വൈകുന്നേരം വെച്ച് സെപ്പറേറ്റ് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അത് കേട്ട പാടെ ഞാൻ എന്ത് ചെയ്ത്, നമുക്ക് മേടിക്കണ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഞാൻ 2 കിലോ ബീഫും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ചേച്ചി പോണേക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ ബീഫൊക്കെ കഴിച്ച് കുറ്റപ്പാത്രത്തിലാക്കി വെച്ചതാ. ഇയാളോട് എന്തോരം പറഞ്ഞാലും കേൾക്കില്ല, ഇതിൽ കരലിടല്ലേ എന്ന് പറഞ്ഞാൽ 3-4 കരലിൻ്റെ കഷ്ണം കിടപ്പുണ്ട്, അവിടെ കിടക്കട്ടെ അറിയൂല. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്കറിലൊരു ബീഫ് കറി വെക്കാമല്ലേ. എന്നാൽ കുക്കർ അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഈ സാറ് നമുക്ക് ഓർഡർ തന്നെ വന്നിട്ടുണ്ടെങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കി കൊടുക്കാമല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ആ മൂപ്പിക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു മണം ഉണ്ട് വന്നത്. ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ, 1/2 കിലോ ഉള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി 2 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3-4 പച്ചമുളക് അങ്ങോട്ട് പിളറാണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വഴണ്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിനെക്കാട്ടും കൂടുതലായിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഈ ഒരു ബീഫ് കറിക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1 തക്കാളിയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളോട് ഈ ഒരു ബീഫ് കറി മേടിക്കുന്ന സാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ എത്ര ക്യാഷ് ആണെങ്കിലും അത് കൂട്ടി തന്നേക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ഹരമാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യണത്. മറ്റുള്ളവർക്ക് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ലതെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാരം, അതുമാത്രമാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ക്യാഷ് വേണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണം. പക്ഷേ സെപ്പറേറ്റ് ക്യാഷ് അത് ഞാൻ മേടിക്കണില്ല. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ലേശം വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ച ശേഷം കുക്കർ മൂടി വെച്ചിട്ടൊന്ന് അടപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടേ. പിന്നെ ഈ ബീഫിൻ്റെ വേവ് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും. ഓരോരുത്തരും മേടിക്കണം ബീഫിൻ്റെ ഇതനുസരിച്ച് ബീഫൊക്കെ വേവിച്ചെടുക്കട്ടെ. നമുക്കിപ്പോൾ ഒരു 6 വിസിൽ വേണ്ടി വന്നിട്ടാണ്. ഞാനപ്പോൾ 6 വിസിലിന് ശേഷം ഒന്ന് ഓഫാക്കിയിട്ട് തുറന്ന് നോക്കിയപ്പോൾ എന്താ ഐശ്വര്യം, കാണുമ്പോൾ തന്നെ അറിയാം ബീഫ് കറി അടിപൊളിയാണെന്ന്. പക്ഷേ ഇവളോട് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ കുക്കറിൽ ഇതേപോലെ കയ്യിലിട്ട് ഇളക്കി കൂട്ടിയാലേ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഇതെന്താണ് ബീഫ് കറി ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നും. വേണ്ടാടോ, നമുക്കില്ലേ ഈ ഉരുളിയിലോട്ട് ഇത് അങ്ങോട്ട് ഒഴിച്ച് കിട്ടുമ്പോഴുള്ള ഒരു 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 ആസ്വാദനം ഇത് കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് ബീഫൊക്കെ മേടിച്ച് ഇതേപോലെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. എന്നാൽ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി കട്ട് ചെയ്തത് ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത സ്വയം സാധനം ഇവിടെ റെഡി. തിളക്കണ്ട. ആ തക്കാളിയൊക്കെ ബീഫ് ഇതേപോലെ അങ്ങോട്ട് കിടക്കുമ്പോഴേ കാണാനൊരു ഭംഗിയുണ്ട്. അതേപോലെ ഇതെടുത്ത് അങ്ങോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണെന്നറിയാമോ. കണ്ടില്ലേ, കോരി വെച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ ഒരു ബീഫ് കറി ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നാളെ വരെയും കാത്തിരിക്കണം. എനിക്കിത് നല്ലതാണ്, നല്ല ടേസ്റ്റാണെന്ന് തോന്നി. പക്ഷേ അവരുടെ വീട്ടിൽ വന്ന ഗസ്റ്റിനും ആ സാറുമാർക്കൊക്കെ ഇഷ്ടപ്പെടണ്ടേ. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് ഓർഡർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കാനും മറക്കരുത്. ഇത് ചപ്പാത്തിലൂടെയോ പൊറോട്ടയിലൂടെയോ എന്തിൻ്റെ കൂടെ പോകുന്ന കറിയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.